ഈ ഒരു വീഡിയോയിൽ കണ്ടോ, തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്നത് ആന വെള്ളം കുടിക്കാനായിട്ട് നടന്നു വന്നതിൻ്റെ കാൽപ്പാടാണ്. സമയം ഇപ്പോൾ രാവിലെ 7:30. ഞങ്ങളിപ്പോൾ ഉള്ളത് പെരുന്തേനരുവിയിലാണ്. പെരുന്തേനരുവിയിലെ കാഴ്ചകളൊന്നുമല്ല ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പകരം പെരുന്തേനരുവി ഡാമിന് സൈഡിൽ കൂടി കുറുമ്പമൂഴിയിലേക്ക് പോകുന്ന ഒരു ഫോറസ്റ്റ് റൂട്ടുണ്ട്. ആ ഒരു റൂട്ടിലൂടെയുള്ള രാവിലത്തെ യാത്രയിലെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പ് ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു. റോഡൊന്നും കോൺക്രീറ്റ് ചെയ്യാതെ മൺപാതയായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും ഈ ഒരു റൂട്ടിലൂടെ ആ സമയങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഡാമിൻ്റെ അവിടെ മുതൽ അങ്ങ് കുറുമ്പമൂഴി വരെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. രാവിലത്തെ യാത്രയിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പുറപ്പെട്ടത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. ആ ഒരു കാഴ്ചകളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡാമിലിപ്പോൾ തീരെ വെള്ളക്കുറവായതിനാൽ നമുക്ക് ഡാമിന് താഴ്ഭാഗത്താണെങ്കിലും മുകൾ ഭാഗത്താണെങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി നിന്ന് വീഡിയോയും കാര്യങ്ങളുമൊക്കെ പകർത്തിയെടുക്കാൻ കഴിയും. എന്നാൽ ചില ഭാഗങ്ങളിൽ കയവും അതുപോലെ തന്നെ ഒരുപാട് ചള്ളയൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്നതിനാൽ പുതയിലുമൊക്കെ ഉള്ളതിനാൽ നമ്മൾ ആ ഒരു ഭാഗത്തോട്ടൊന്നും പോകാൻ നിൽക്കുന്നില്ല. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നതിന് ശേഷം പമ്പാ നദിയുടെ തീരത്തിറങ്ങി അവിടെ നിന്നുള്ള മനോഹരമായ കുറേയധികം കാഴ്ചകളൊക്കെ പകർത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു റൂട്ടിലൂടെ 6 മണിക്ക് ശേഷം നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ്. കാരണം ആന ഇറങ്ങുന്ന ഒരു റൂട്ടാണിത്. നമ്മൾ പമ്പാ നദിയുടെ തീരത്ത് പോയി വീഡിയോ എടുക്കുന്ന സമയത്ത് ആന നടന്നു പോയതിൻ്റെ കാൽപ്പാടും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞത് ഇന്നിപ്പോൾ 23-ാം തീയതിയായി, 22-ാം തീയതി ഇന്നലെ അവർക്ക് ഫോണിൽ മെസ്സേജ് അലേർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആന ഇറങ്ങിയിട്ടുണ്ട്, ഈ റൂട്ടിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടാണിത്. ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ സമയങ്ങളിൽ വരിക. 6 മണിക്ക് ശേഷമുള്ള യാത്രകളൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പുലർക്കാരെയുള്ള യാത്രയിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ വനത്തിനുള്ളിൽ നിന്നുള്ള കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അത് മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒന്നാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ ആന നടന്നു പോയതിൻ്റെ കാൽപ്പാടാണ് ആ കാണുന്നത്. നമ്മൾ അവിടേക്ക് ഇറങ്ങിപ്പോയി വീഡിയോസൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി ആറിൻ്റെ തീരത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. തൊട്ട് അപ്പുറത്തെ സൈഡ് ജനവാസ കേന്ദ്രമാണ്. അവിടെ ഒരു ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ഇത് ആന നടന്നു പോയതിൻ്റെയാണ്. നമ്മൾ മുകളിൽ നിന്ന് കണ്ടില്ലേ ആന നടന്നു പോയതിൻ്റെ ഒരു കാൽപ്പാട്. നമ്മൾ ഈ ഇറങ്ങി വന്ന വഴി കൂടെയാണെന്ന് തോന്നുന്നു. ഇതുവഴി കുറേ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു ഈറ്റക്കാടോ എന്തോ ഉണ്ട്. അതുവരെയും ഇങ്ങനെ ആന നടന്നു പോയതിൻ്റെ കാൽപ്പാട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് പറയുക, രാവിലത്തെ ഈ ഒരു യാത്രയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം അതുതന്നെയായിരുന്നു. മനോഹരമായ കുറേയധികം കാഴ്ചകൾ കാണുക, അത് വീഡിയോയിൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ കുറേയധികം നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. നല്ല ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഈ ഒരു ആറിൻ്റെ തീരത്തെ മനോഹരമായ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ കണ്ടോ, തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്നത് ആന വെള്ളം കുടിക്കാനായിട്ട് നടന്നു വന്നതിൻ്റെ കാൽപ്പാടാണ്. വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീടാണ് നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുന്നത്. ഇവിടുന്ന് കുറേ ദൂരം കൂടെ നമ്മൾ ആറിൻ്റെ തീരത്തൂടെ നടന്നുപോയി കുറേയധികം വീഡിയോസും കാര്യങ്ങളും ഒക്കെ പകർത്തിയെടുത്തിരുന്നു. ആ സമയത്ത് നല്ല ഫ്രഷ് ആനപ്പിട്ടത്തിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നീട് അധികം നേരം അവിടെ ഒന്നും നിന്നില്ല, തിരിച്ചിങ്ങ് കരയിൽ കയറി.
അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ സമയങ്ങളിൽ മാക്സിമം വരാൻ ശ്രമിക്കുക. രാവിലെ സമയത്ത് വരികയാണെങ്കിൽ നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ പകർത്തിയെടുക്കാനായിട്ട് കഴിയും. ഒരു കാരണവശാലും 6 മണിക്ക് ശേഷം ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യാതിരിക്കുക. ആനയുടെ ശല്യമുള്ളതിനാൽ, ആന ഇറങ്ങുന്ന റൂട്ടായതിനാൽ 6 മണിക്ക് ശേഷമുള്ള യാത്ര വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തെ മറ്റൊരു ചെറിയ മനോഹരമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഒത്തിരി ഉണ്ടെന്ന് കേട്ടോ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു.